പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പുതിയ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവികമായിട്ടുള്ള സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും നാം ജീവിക്കണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ അതിശയവും ഭയങ്കരമായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്നാൽ പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി. പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന മനുഷ്യരെ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി സ്വർഗത്തിലെ എല്ലാ മഹിമകളെയും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ, അഥവാ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സ്നേഹത്തെ അറിയുവാനും ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നറിയാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം അവന് തന്നെ വെളിപ്പെടുത്തുകയും തൻ്റെ ഹിതത്തെ മനസ്സിലാക്കി തരികയും മനസ്സ് പുതുക്കുവാനും ദൈവ വഴിയിലേക്ക് തിരിയുവാനുള്ള കൃപ ദൈവം പകരുകയാണ് ചെയ്യുന്നത്. അതൊരു വ്യക്തിയെ നിലനിൽക്കുന്ന നിത്യജീവനിലാക്കി ജീവിക്കാനായിട്ട് സഹായിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യവും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നും താഴെ പറയുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്താണ്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം എന്ന് ദൈവജനം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് അവരുടെ സ്വരം കേൾക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആത്യന്തികമായി ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീരണം. ദൈവമാണ് നമ്മെ എല്ലാവരും സൃഷ്ടിച്ചത്. എന്നാൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവജനം പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന കൂട്ടത്തിൽ നിന്നും, വ്യർത്ഥമായ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും, ജാതി ആചാരങ്ങളിൽ നിന്നും, അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ ഒരു വ്യക്തിയെ ദൈവമായിട്ടുള്ള വ്യക്തിബന്ധത്തിലേക്ക് ദൈവം നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ നിന്ന് മാറി സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് ഒരു വ്യക്തി ദൈവം നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം അതിനായി നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നു. ദൈവം ആരാണെന്ന് നമ്മെ ദൈവം വചനത്തിൽ കൂടി വെളിപ്പെടുത്തി തരുന്നു. ദൈവജനങ്ങൾ സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ ദൈവജനത്തിൻ്റെ കേൾവി ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് നയിക്കും. കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ജീവനെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന് ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ആ ഒരു അനുഭവത്തിൽ നിന്നും മാറിയിട്ട് സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് ഇഷ്ടമാണ് ഞാൻ ചെയ്യേണ്ടതെന്നും ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഞാൻ കടന്നു ചെല്ലേണ്ടതെന്നും എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് മുഴുവൻ ഞാൻ ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടതാണെന്നും, കാരണം ദൈവജനം പറഞ്ഞ ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി മനുഷ്യനായി പിറന്ന എല്ലാവർക്കും പറഞ്ഞിരിക്കുന്നു. നിന്റെ കാര്യവിചാരകത്തിൻ്റെ കണക്കേൽപ്പിക്കാൻ പറയുന്നൊരു ദിവസമുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുവാൻ ഓരോരുത്തൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ നിൽക്കണം. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെല്ലാം ഓർമ്മപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്ഷണികമായ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനും ദൈവവഴികളിൽ നടപ്പാനും പാപങ്ങളിൽ വിട്ടുതിരിയാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ നിന്ന് മാറി സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെ സമർപ്പിക്കുകയും അതൊരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക്, അഥവാ ദൈവരാജ്യത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യം, കർത്താവ് പറയുന്നുണ്ട്, ദൈവരാജ്യം കാണണം, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. ബലാത്കാരികൾ ബലാത്കാരേണ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നമ്മളെ അതിനായിട്ട് സഹായിക്കുന്നു. കാരണം സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. പാപത്താൽ മലിനമാക്കപ്പെട്ട ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യം കണ്ടാലും അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് താല്പര്യം കുറവാണ്. എന്നാൽ നിലനിൽക്കുന്ന
നിത്യതയ്ക്കായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തിരിച്ചറിവ്, ദൈവത്തോട് കൂടെ നിത്യത മുഴുവൻ സ്വർഗത്തിലും ഭൂമിയിലും ദൈവ തേജസ്സിൻ്റെ മക്കളായി തീരുവാനായിട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ആ വ്യക്തിയെ ദൈവരാജ്യത്തിൽ കടക്കുന്ന, അതിൽ ജീവിക്കുന്ന, അതിലെ എല്ലാ സമാധാനവും സ്വസ്ഥതയും സന്തോഷമൊക്കെ അനുഭവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവരാജ്യം എന്താണെന്ന് വചനത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനുമാകുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നത്. ഇനി ഒരു വ്യക്തി ചോദിക്കുകയാണ്, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് ഒരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 3 വാക്യത്തിൽ പറയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തെടുക്കുന്നത്. ഒരു വീണ്ടും ജനനം ഒരു വ്യക്തിയെ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി അവനിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ പാപ പ്രമാണങ്ങളെയും മലിനതകളെയും, അഥവാ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിന് നിരക്കാത്ത എല്ലാം നീക്കിക്കളയുന്ന ഒരു തലത്തിലോട്ട് നമ്മെ നയിക്കുകയാണ് ചെയ്യുന്നത്. വിരൂപതയുള്ള എല്ലാ സ്വഭാവ വൈകല്യങ്ങളെയും നീക്കി സ്വരൂപത്തോട് നമ്മെ അനുരൂപമാക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവവചനം അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ ഈ ഒരു അനുഭവത്തിൽ ദൈവം ഒരുക്കിയെടുക്കുന്നു. അതിനാണ് പുത്രൻ്റെ തനി സ്വരൂപത്തോട് അനുരൂപമാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അനുരൂപമാക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. ആ കൂട്ടത്തെ ചേർപ്പാനായിട്ടാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം കണ്ട് അതിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ എല്ലാ സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് അതിൽ വളർന്ന് എല്ലാ വിരൂപതകളും നീക്കിക്കളയുന്ന ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധീകരണം പ്രാപിച്ച് പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി കർത്താവിൻ്റെ വരവെങ്കിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുന്ന ആ ചെറിയ ശേഷിപ്പിൽ തന്നെ ആയിരിക്കാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പകർന്ന എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്, ലോകം അതിന് അന്ത്യത്തിലേക്ക് പോകുന്നു. ലോക സംഭവങ്ങളും പ്രാദേശിക സംഭവങ്ങളൊക്കെ അത് വിളിച്ചോതുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ തലകളെ ഉയർത്തി നോക്കിയാണ്ട് വീണ്ടെടുപ്പ് അടുത്തുനിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുങ്ങുവാൻ ഞാൻ നമ്മളെ ഹൃദയം നൽകണമേ. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണം. ദുഷ്ടൻ്റെ ഇലാപ്പെട്ടത് കാക്കണം, കൃപയിൽ മറയ്ക്കണം കർത്താവെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.